പെബിൾസ് മലയാളം. കുറുക്കന്റെ വാൽ. ഒരിക്കൽ ഒരു ദിവസം കുറുക്കൻ കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് അവന്റെ വാൽ ഒരു കെണിയിൽപ്പെട്ടു. അവൻ വളരെ പണിപ്പെട്ട് തന്റെ വാൽ ആ കെണിയിൽ നിന്നും ഊരിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ വാൽ പകുതി വെച്ച് മുറിഞ്ഞുപോയി. അവന്റെ മുറിഞ്ഞ വാൽ മറ്റു കുറുക്കന്മാരെ കാണിക്കാൻ അവന് ലജ്ജ തോന്നി. അവസാനം അവൻ തീരുമാനിച്ചു സുഹൃത്തുക്കളെയെല്ലാം കൂട്ടി ഒരു യോഗം നടത്താമെന്ന്. അവൻ യോഗം വിളിച്ചു ചേർത്തു. യോഗത്തിൽ അവനൊരു നിർദ്ദേശം വെച്ചു. എല്ലാ കുറുക്കന്മാരും അവരുടെ വാൽ മുറിച്ചു കളയണം. അതിന്റെ കാരണം നായകൾ നമ്മെ പിന്തുടരുമ്പോൾ വാൽ നമുക്കൊരു ബുദ്ധിമുട്ടായി മാറും. അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുമ്പോഴും വാൽ ഒരു ശല്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിർദ്ദേശിക്കുന്നത്, എല്ലാവരും വാൽ മുറിച്ചു കളയണമെന്ന്. ഒരു മുതിർന്ന കുറുക്കൻ അപ്പോൾ പറഞ്ഞു, അത് നല്ല കാര്യം തന്നെ. നിന്റെ വാൽ നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ നീ പറയുന്നത് അനുസരിക്കുമായിരുന്നു. ഇപ്പോൾ നിന്റെ വാൽ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഞങ്ങൾ കരുതുന്നത് ഞങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം വാലാണെന്നാണ്. കൂട്ടുകാരെ, മറ്റുള്ളവരുടെ ഉപദേശം നമ്മൾ കേൾക്കുമ്പോൾ എപ്പോഴും 2 വട്ടം ചിന്തിക്കണം. The Fox and His Tail. One day there was a fox walking in the jungle. While he was walking, his tail got stuck in a trap. He tried and tried, but he could not free his tail. He failed. In the process, his tail got cut. And now he was left with just a stump instead of the tail. At first, he was ashamed of himself and he could not face any of his fellow foxes. So one day he decided to be brave and called all his friends for a meeting. He had a suggestion to make. When all the friends gathered, the fox proposed all of them to cut their tail. He said that the tail is so inconvenient when the dogs are chasing us. It is also inconvenient when we are sitting down. So I suggest that the tail is useless. So all of you should also cut your tail. One old fox sitting there said, "That's very well, but I don't think you would have suggested all of us to cut our tails if you wouldn't have lost one." The moral of the story is, do not listen to others' advice before thinking twice. കുറുക്കനും കൊക്കും. പണ്ട് ഒരു കുറുക്കനും ഒരു കൊക്കും ഉണ്ടായിരുന്നു. അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം കുറുക്കൻ കൊക്കിനെ തന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിനായി ക്ഷണിച്ചു. കുറുക്കൻ കൊക്കിനായി ഭക്ഷണം തയ്യാറാക്കി വെച്ചിരുന്നു. മേശയിൽ 2 വലിയ പരന്ന പാത്രത്തിൽ സൂപ്പായിരുന്നു ഭക്ഷണം. കുറുക്കൻ സൂപ്പ് വേഗം കുടിക്കാൻ തുടങ്ങി. പരന്ന പാത്രത്തിലായതിനാൽ കുറുക്കൻ മുഴുവൻ കഴിച്ചു. എന്നാൽ പാവം കൊക്ക് പരന്ന പാത്രത്തിലായതിനാൽ കഴിക്കാനായില്ല. അവന്റെ വലിയ കൊക്ക് ഉപയോഗിച്ച് പരന്ന പാത്രത്തിൽ നിന്നും ഒന്നും കുടിക്കാൻ കഴിഞ്ഞില്ല. കുറുക്കൻ ചോദിച്ചു, നീ എന്താ ഒന്നും കഴിക്കാത്തത്? എന്റെ സൂപ്പ് നിനക്ക് ഇഷ്ടമായില്ലേ? കൊക്ക് പറഞ്ഞു, സൂപ്പ് നല്ലതാണ്, പക്ഷേ എനിക്ക് വിശപ്പില്ല. കൊക്ക് വിശന്നുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കൊക്ക് കുറുക്കനെ തന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിനായി ക്ഷണിച്ചു. കുറുക്കൻ കൊക്കിന്റെ വീട്ടിലെത്തിയപ്പോൾ ഭക്ഷണം തയ്യാറായിരുന്നു. ഇവിടെ മേശയുടെ മുകളിൽ 2 നീളമുള്ള പാത്രത്തിൽ സൂപ്പ് വെച്ചിരുന്നു. കൊക്ക് ആ പാത്രത്തിൽ നിന്നും സൂപ്പ് വേഗം കഴിച്ചു.
കുറുക്കനോട് ചോദിച്ചു, എന്താ നീ കഴിക്കുന്നില്ലേ? നിനക്ക് ഇഷ്ടമായില്ലേ എന്റെ സൂപ്പ്? കുറുക്കൻ ദേഷ്യത്തോടെ പറഞ്ഞു, ഞാൻ എങ്ങനെ കഴിക്കും? എന്റെ വായ കൊണ്ട് ഈ നീളമുള്ള പാത്രത്തിൽ നിന്നും കഴിക്കാൻ കഴിയില്ല. കുറുക്കൻ ചിന്തിച്ചു അവൻ കൊക്കിനോട് ചെയ്തത് എന്താണെന്ന്. രണ്ടുപേരും മാപ്പ് പറഞ്ഞു നല്ല സുഹൃത്തുക്കളായി മാറി. ഗുണപാഠം: മറ്റുള്ളവർ നമ്മോട് ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് നാം അവരോടും ചെയ്യുക. The fox and the You must always treat others the way you want them to treat you. Pebbles Malayalam.